LDF അഴിമതി ഭരണം അറബിക്കടലിൽ തുളയട്ടെ. പ്രതിഷേധം പ്രതിഷേധം അഴിമതി ഭരണം തുളയട്ടെ. 4 മാസം 5 പേര് 4 മാസം 5 പേര് ഭരണ നേതൃത്വം കൊടുക്കുന്ന മേയർ കൗൺസിൽ പറയുന്നത് ഞാൻ ഇതിലൊന്നും ഇടപെടില്ല, വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിട്ട് അതല്ല 5 ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിലാവുകയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഈ പ്രദേശത്ത് ഈ കൊച്ചി പോലത്തെ നഗരത്തിൽ ഇത്തരം അഴിമതിയുടെ ഒരു പങ്ക് പറ്റിക്കൊണ്ടുള്ള ഭരണസമിതിയാണ് ഇന്നിവിടെ മുന്നോട്ട് പോകുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അവസരം പണമില്ലാതെ ഒന്നും നടക്കില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പണ്ട് കാരണവന്മാരിൽ ചൊല്ലി പറയാറുണ്ട്, പണമില്ലാത്തവർ പിണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കൊച്ചി നഗരസഭയുടെ ഓഫീസിലേക്ക് കയറി വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ പല ആളുകളെയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിരന്തരമായി സംസാരിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ സംസാരം മാത്രമേ ഉള്ളൂ, പ്രവൃത്തി പദത്തിലേക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ 5 മാസക്കാലത്തെ പൊതുജനങ്ങൾ അവർ നേരിട്ട് വിജിലൻസിന് പരാതി കൊടുക്കുകയും 5 ഉദ്യോഗസ്ഥരെയാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ പല സോണുകളിൽ നിന്നായിട്ട് വിജിലൻസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊച്ചി നഗരസഭയിലേക്ക് ട്രാൻസ്ഫറായി വരാൻ ഉദ്യോഗസ്ഥർ വലിയ ഇടിയാണ് നടത്തുന്നത്. മറ്റു മനോഹരമടക്കമുള്ള കൗൺസിലേഴ്സ്, മറ്റു സ്നേഹമുള്ള സമരം ഉദ്ഘാടനം ചെയ്ത കൊച്ചിയുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരുത്തല, സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് നിത്യ മിനിമോൾ, ശ്രീ ആന്റണി കുരുത്തല, ഇവിടെ സന്നിധരായിട്ടുള്ള പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ശ്രീ MG അരിസ്റ്റോട്ടിൽ, ഒരു വീടിന്റെ ഒരു സാധാരണക്കാരനായ LDF അഴിമതി ഭരണം അറബിക്കടലിൽ തുളയട്ടെ.